അദ്ദേഹം ഇരുന്ന വേദിയിൽ അദ്ദേഹത്തിന് പറയാമല്ലോ. ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ അതിനോട് ചോദിച്ചു പ്രതികരണം, അദ്ദേഹം അത് പ്രതികരണം പറയുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം നമ്മൾ വിചാരിച്ചത് അത് പാടില്ല എന്ന് അദ്ദേഹം പറയുമെന്നാണ്. പക്ഷേ അദ്ദേഹം പറയുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് ഈ ഗാനം ആലപിക്കുകയാണ്. അദ്ദേഹം ഇരുന്നു, ആ സമയത്തും ഗാനം ആലപിക്കുന്നത് തുടരുന്നു. അദ്ദേഹം പിന്നീട് പോകുന്ന സമയത്ത് വീണ്ടും ആലപിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയാണോ? അത് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ശ്രീ റെജി ലൂക്കോസ്, അനുജിക്ക് എന്നേക്കാൾ അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റും. ഞങ്ങൾക്ക് ചില മൂല്യങ്ങളുണ്ട് ജനങ്ങളോട്. അതാണ് ആ മൂല്യത്തിന്റെ ഭാഗമല്ലേ ഇതും? ഇത്തരത്തിലേക്കുള്ള പുകഴ്ത്തലുകൾ പാടില്ല എന്നൊക്കെയുള്ള നയപരിപാടി ഉണ്ട് എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു. അല്ല, അത് CPM പാർട്ടി മുൻകൈ എടുത്തല്ലോ ഈ ഗാനരചന നടത്തിയതും അതിന്റെ ആവിഷ്കാരം നടത്തിയതും അതിന്റെ കോറിയോഗ്രാഫി നിർവഹിച്ചതും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, ലക്ഷക്കണക്കിന് മലയാളികളുടെ മനസ്സിൽ ലോകവ്യാപകമായിട്ട് അത്യാവശ്യം യാത്ര ചെയ്ത ഒരാളാ മനസ്സിൽ ശ്രീ പിണറായി വിജയനോടെന്നുള്ള സ്ഥാനം എത്രയാണെന്നുള്ളവരും എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് 3 മഹതികൾക്കും അറിയാം അദ്ദേഹത്തിന് മനുഷ്യരുടെ മനസ്സിലുള്ള സ്ഥാനം. ഒന്നുകൂടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഈ കേരളത്തിലെ സകല പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യിപ്പിച്ച് ഉള്ളം കൈയിൽ കരുതലോടെ കൊണ്ടു നടക്കുകയും ഈ CPM എന്ന് പറഞ്ഞ പാർട്ടീനെ ഏതാണ്ട് 4 നൂറ്റാണ്ട് അതിന് 50 വർഷത്തെ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്, 55 വർഷത്തെ. എങ്കിൽ പോലും ഈ സമീപകാലത്തോട് 2.5-3 പതിറ്റാണ്ട് കാലത്ത് ഈ പാർട്ടിക്ക് ഒരു പോറൽ ഏൽപ്പിക്കാതെ നയിച്ച ഒരു നായകനെ ഈ പറയുന്ന എംപ്ലോയീസിന്റെ ഒരു പ്രതിനിധി ചിത്രഭാനുവാണെങ്കിൽ പോലും അങ്ങനെ ഒരു രചനയിലൂടെ കൊണ്ടുവന്ന് മനോഹരമായ ചിത്രസേനനാണ് താങ്കൾ പേര് തെറ്റിക്കരുത്. ഇപ്പൊ ഇതിനു മുൻപ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ EK നായനാർ, EMS, VS അച്യുതാനന്ദൻ ഇങ്ങനെയൊക്കെയുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ കണ്ടപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഗാനങ്ങൾ, താങ്കൾ പറഞ്ഞു വരുന്ന ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് താങ്കൾ പറയുകയാണെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ല, ഞാൻ പറയാത്തതിനെ കുറിച്ചുകൂടി പറയട്ടെ. കേരളത്തിൽ ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെല്ലാം മിടുമിടുക്കന്മാരാ. ഭൂപരിഷ്കരണം ഉൾപ്പെടെ കൊണ്ടുവന്ന് EMS നമ്പൂതിരിപ്പാട്, EK നായനാർ പോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഏറ്റവും അതാ ഞാൻ 2.5 പതിറ്റാണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ 60 വർഷത്തെ ചരിത്രം പറയാമായിരുന്നല്ലോ. ഇതിനോട് എത്ര മുഖ്യമന്ത്രിമാരെ കണ്ടത്? ബഹുമാനപ്പെട്ട EK നായനാർ കേരളത്തിന്റെ പൊതു മനസ്സിൽ ഇന്ന് സ്ഥാനമുള്ള മുഖ്യമന്ത്രിയാ. EMS നമ്പൂതിരിപ്പാട് ചരിത്ര പുരുഷൻ. EMS നമ്പൂതിരിപ്പാടിനെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകം 16 സർവകലാശാലയുണ്ട്. ഇതുവരെ ആരും അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പുസ്തകം എഴുതുന്നത് പോലെ അല്ലല്ലോ, കാരണഭൂതനാകുന്നു, കാവലാളാകുന്നു, അതുപോലെ പടനായകനാകുന്നു, തിരുവാതിര കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ കേൾവിയില്ലാത്ത കാര്യങ്ങളല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഞാൻ പുതിയ തലമുറയിലെ ഒരു കുട്ടി എന്ന നിലയിൽ ഒരു സംശയം ചോദിക്കുകയാണ്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ പാട്ട് വിവാദത്തിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, അധിക്ഷേപങ്ങളും വിമർശനങ്ങളും എപ്പോഴും ഉണ്ടാവണതല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു പുകഴ്ത്തൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് സ്വാഭാവികം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പുകഴ്ത്തലാവാം എന്നാണോ? അല്ല, ഇന്നത്തെ കൂരായണത്തിൽ ഇതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാനത് വളരെയധികം ആസ്വദിക്കുന്നു, വളരെ കൃത്യമായിട്ട് ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. എങ്കിലും അതിന് മറുപടി പറയാം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഡിസർവിറ്റ് നല്ല പ്രസ്ഥാനം വരുന്നത് നമുക്കെല്ലാം സന്തോഷമല്ലേ. അത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും നല്ല വ്യത്യാസമുണ്ടോ? ഹ്യൂമൻ സൈക്കോളജി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ 2ാം വട്ടവും അധികാരത്തിലേറാൻ ട്രംപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല പ്രസ്ഥാനമല്ലേ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റുള്ളൂ. ചോദിച്ചാരുണ്ടെന്നറിയോ? ഫോക്സ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ചാനലിന്റെ റിപ്പോർട്ടറോടാ. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം ഉടനെ ട്രംപ് നമ്മളെല്ലാരും വിമർശിക്കുന്നത് ട്രംപ് പറഞ്ഞ മറുപടി ഉണ്ട്. ട്രംപിന്റെ ആശയം പ്രത്യയശാസ്ത്രവും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യയശാസ്ത്രവും തമ്മിൽ ഒരുപാട് വ്യത്യാസം.